കൊടകര കുഴൽപ്പണക്കേസിന് ശേഷം തൃശൂരിലെ ബി.ജെ.പിയെ വെട്ടിലാക്കി വീണ്ടും ഒരു കള്ളപ്പണ ആരോപണം. ബി.ജെ.പി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കള്ളപ്പണം കൊണ്ടുവന്നു എന്ന ആരോപണവുമായി പുറത്താക്കിയ മുൻ ഓഫീസ് ജീവനക്കാരൻ അക്ഷയ് രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് 17 ചാക്കുകളിലായി ബി.ജെ.പി ഓഫീസിലേക്ക് പണം കൊണ്ടുവന്നു എന്ന് അക്ഷയ് ആരോപിച്ചു. ഓഫീസ് സെക്രട്ടറിയുടെ ആരോപണം ഗുരുതരമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. കൃത്യമായ അന്വേഷണം നടക്കണമെന്നും KV അബ്ദുൽ ഖാദർ ആവശ്യപ്പെട്ടു. ഗാന്ധിനഗറിലൊരു വീട്ടിൽ കേന്ദ്രീകരിച്ച് ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 1 കോടി എടുത്തു കൊണ്ടുവന്ന് തമിഴ്നാട്ടിലേക്ക് കൊടുത്തയച്ചത് ഞാനും കൂടി ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ സംഘടനാ സെക്രട്ടറിയുടെ അഭാവത്തിൽ അദ്ദേഹം ഫോൺ ചെയ്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാനും മുരളി കൊളങ്ങാട്ടും കൂടി പോയിട്ടാണ് ആ പൈസ 1 കോടി എടുത്തു വന്നിട്ട് തമിഴ്നാട്ടിൽ ഒരു TN രജിസ്ട്രേഷൻ വണ്ടിയിൽ കയറ്റി വിട്ടത്. ബാക്കിയുള്ള 17 ചാക്ക് നമ്മുടെ ഓഫീസിലോട്ട് വരുന്നതും ആ ചാക്കുകൾ സംഘടനാ സെക്രട്ടറിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നീട് ഇലക്ഷൻ റിസൾട്ടിൻ്റെ തലേ ദിവസം രാവിലെയോട് കൂടിയിട്ട് ഈ പൈസ പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20-25 കോടി രൂപ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറെ ആരെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളിലേക്കുന്ന ആരോപണമല്ല, നേരിൽ കണ്ടവർ പരസ്യമായിട്ട് പറയുമ്പോൾ അത് ഒരു തവണയല്ല 2ാം തവണയാണ് പുറത്തു വരുന്നത്. ഗൗരവപ്പെട്ട കാര്യമാണ്. തീർച്ചയായും അന്വേഷണം വേണം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇതേക്കുറിച്ച് നിലപാട് വ്യക്തമാക്കണം.